സപ്പറിന് ഞാൻ ആലു പറാത്ത ഉണ്ടാക്കിയേ യൂട്യൂബ് നോക്കിയിട്ട്. എളുപ്പമാണ്. ആലു പറാത്തയുടെ റെസിപ്പി കണ്ടപ്പോൾ എനിക്കതിൽ ഉപകാരം തോന്നിയ കാര്യം അത് വേഗം ഉണ്ടാക്കിയെടുക്കാം, പിന്നെ വേറെ കറിയൊന്നും വെക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റഫ് ചെയ്യുന്ന സംഭവം തന്നെയാണ് നമ്മുടെ കറിയും കേട്ടോ. ഇതിന് നമുക്ക് വേണ്ട മെയിൻ സാധനം ആലുവാണ്. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചുടച്ചതിന് ശേഷം അതിനകത്തേക്ക് മസാലാസും മുളകും മല്ലിയില ഇട്ട് മാറ്റി. ആലു പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ മെയിൻ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്റ്റഫിംഗ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക, പക്ഷേ ഇത് ഇതുപോലെ മോമോസ് പോലെ ഇരിക്കും നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഇത് പരത്തണം ഗൈസ്. ഇതിനാണ് കുറച്ച് സ്കില്ല് വേണ്ടത്. കാരണം ഞാൻ പരത്തിയൊക്കെ വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പരത്തുന്നത് മാത്രമേ ഇതിലൊരു ടാസ്ക് ഉള്ളൂ. പരത്തി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി എളുപ്പമാണ് കേട്ടോ. നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ മസാല ദോശയുടെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ, പക്ഷെ ആലു പറാത്ത എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. പിന്നെ ആലു പറാത്ത ചൂടോടെ അങ്ങനെ കഴിക്കാനാണ് അടിപൊളി. മൂവീസോ സീരീസോ കാണാണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ലല്ലോ ഫുഡ്. അപ്പം ഞാൻ ഇന്ന് കണ്ട സീരീസ് ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഷോട്ടിന് എന്തായാലും മനസ്സിലാവും.